നിലമ്പൂരിൽ തന്നെ LDF സ്ഥാനാർത്ഥിയാക്കുന്നതിൽ സന്തോഷമെന്ന് മുൻ ഫുട്ബോൾ താരവും സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷനുമായ യു ഷറഫ് അലി 24-നോട് പാർട്ടി ആവശ്യപ്പെട്ടെന്നും മത്സരിക്കാൻ താൻ തയ്യാറാണെന്നും യു ഷറഫ് അലി പറഞ്ഞു. കായിക മേഖലയ്ക്കുള്ള അംഗീകാരമാണിത്. ആദ്യമായാണ് കായിക താരത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതെന്നും അത് കായിക ലോകത്തെ അംഗീകരിക്കലാണെന്നും യു ഷറഫ് അലി പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ് ആണ് ഈ വാർത്ത. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായുണ്ട്. ദീപക്, ആദ്യ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം അനൌദ്യോഗികമായി തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് എന്താണ് നമ്മളോട് വ്യക്തമാക്കിയത്? അനുജ പറഞ്ഞതുപോലെ ആദ്യ പ്രതികരണം 24-നോടാണ്. അതിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, അദ്ദേഹത്തോട് പാർട്ടി ബന്ധപ്പെട്ടു, മത്സര സന്നദ്ധതയ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണ്, സ്ഥാനാർത്ഥിയാവാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം CPIM-നോട് നേതാക്കളോട് സമ്മതിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഇത് കായിക താരങ്ങൾക്കുള്ള അംഗീകാരമാണ്. കാരണം ഇതുവരെ കേരളത്തിൽ ഒരു കായിക താരം MLA ആയിട്ടില്ല, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ മൊത്തം കായിക താരങ്ങൾക്കുള്ള ഒരു അംഗീകാരമാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത്. സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷനായ തനിക്ക് ആ പരിഗണന കിട്ടുന്നതിൽ വലിയ രീതിയിൽ കായിക താരങ്ങൾക്ക് ആകെ നൽകുന്ന അംഗീകാരമാണെന്ന് പറയുന്നു. മറ്റൊരു കാര്യം, അദ്ദേഹം നിലമ്പൂരിലാണ് മത്സരിപ്പിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂരിന് വലിയ പ്രാധാന്യമുണ്ട്. ആ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് LDF സർക്കാർ ഇതംപ്രദമായ വലിയ വികസനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇടയ്ക്ക് പിരിഞ്ഞുപോയ, അദ്ദേഹത്തിൻ്റെ തന്നെ പദം കടമെടുത്താൽ ഇടയ്ക്ക് പിരിഞ്ഞുപോയ PV അൻവറിൻ്റെ കാലത്ത് പോലും LDF സർക്കാർ അവിടെ വലിയ വികസനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വികസനങ്ങൾ വോട്ടായി മാറും. ആ മണ്ഡലത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാകുന്നതിൽ സന്തോഷമാണ് എന്ന് പറയുന്നു. അതുകൂടി കേൾക്കാം. സമ്മതം ചോദിച്ചു, ഞാൻ സമ്മതം കൊടുത്തു. ഇനി ഔദ്യോഗികമായിട്ട് അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കായിക താരത്തെ ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കുന്നത് എന്നുള്ളതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. അത് കായിക മേഖലക്ക് തരുന്നൊരു അംഗീകാരമായിട്ട്, അതിലുപരി എനിക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. താൻ മത്സരിക്കാൻ തയ്യാറാണ്, തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അനൌദ്യോഗികമായ അദ്ദേഹം വ്യാഴാഴ്ച മുതൽ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുമെന്നതാണ് നമുക്ക് ലഭിച്ച വിവരം. ദീപക് ധർമ്മടത്തിനോടാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.